ബഹുമാനപ്പെട്ടവരെ, പ്രിയരെ, ഇവിടെ ഒരുപാട് പേര് സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ച കാര്യത്തിൻ്റെ ഏതാനും സൂചനകൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പവനൻ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഒരർത്ഥത്തിൽ നവോത്ഥാനത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഈ നവോത്ഥാനത്തെ പറ്റി പറയുമ്പോൾ, നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു ചരിത്രപരമായ പ്രതിഭാസം എന്ന നിലയിൽ നോക്കുമ്പോൾ അത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് മുമ്പാണ് അത് കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചതെന്ന് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അത് ഒരു ജനാധിപത്യ പ്രസ്ഥാനമായിരുന്നു. പക്ഷേ ആ ജനാധിപത്യ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് ഒരർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ മുന്നോട്ട് വെച്ച പ്രസ്ഥാനമായിരുന്നു. ആ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട മൂല്യങ്ങളെ കൊണ്ടുവന്ന പ്രസ്ഥാനമായിരുന്നു. പല കാലഘട്ടങ്ങളിലായി, ഒറ്റ അടിക്കല്ല എന്നൊക്കെ നിങ്ങൾക്കറിയാം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും പൊയ്കയിൽ യോഹന്നാനും ഒക്കെ ജീവിച്ചിരുന്നത് ഒരു സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പായിരുന്നു എന്ന് ഓർക്കണം. അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നിരുന്നതൊക്കെ തന്നെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പായിരുന്നു. അത് ആ കാലത്താണ് ഒരു പക്ഷേ ഏറ്റവും അധികം ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുകയും ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങൾ തുടർച്ചയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. ഹിന്ദുത്വവും അതിൻ്റെ ബദലായിട്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തിൻ്റെ വേരുകളും കിടക്കുന്നത്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വേരുകളും കിടക്കുന്നത് ഈ പറയുന്ന സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സവർക്കറുടെ പ്രധാനപ്പെട്ട ഈ ഹിന്ദുത്വത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന് വിളിക്കാവുന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഇറങ്ങുന്നത് 1923 അതിനെ അവലംബിച്ചിട്ടുള്ള ഹിന്ദുത്വ പ്രസ്ഥാനം RSS രൂപീകരിക്കുന്നത് 1925 നമുക്കറിയാം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നവോത്ഥാനം പ്രധാനമായിട്ട് നേരിട്ടിരുന്നത് കേരളത്തിലാവട്ടെ പൊതുവെ ഇന്ത്യയിലാവട്ടെ അത് മനുവാദി ബ്രാഹ്മണിസത്തെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ മനുവാദി ബ്രാഹ്മണിസം എന്ന് പറയുന്നത് അത് ഒരു തരത്തിൽ അത് പുറത്താക്കുന്ന, അല്ലെങ്കിൽ അത് ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു എന്നറിയാം. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരാണ് ഏറ്റവും ശുദ്ധി ഉള്ള ആളുകൾ, അല്ലെങ്കിൽ സവർണതയാണ് ഒരു ശുദ്ധിയുടെ മണ്ഡലം, അതിന് പുറത്തുള്ള എല്ലാ ആശയങ്ങളും എല്ലാ മനുഷ്യരും അതിന് പുറത്താണ് എന്നുള്ളതാണ്. ഈ പുറത്താണെന്ന് പറയുമ്പോൾ അത് ഭൗതികമായും പുറത്ത് നിർത്തിയിരുന്നു, മറ്റു തരത്തിലും താത്വികമായും അല്ലെങ്കിൽ ഇൻ്റലക്ച്വലായിട്ടും അതിനൊക്കെ പുറത്ത് നിർത്തിയിരുന്നു. ഒരാൾക്ക് ബ്രാഹ്മണരുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് എന്നൊക്കെ നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞാൽ പുറത്താക്കൽ പ്രസ്ഥാനമായിരുന്നു ഈ മനുവാദി പ്രസ്ഥാനം എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെ മനുഷ്യരെ, മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ പുറത്ത് നിർത്താം എന്നുള്ള ഒരാലോചനയാണ്. അതുവഴി അധികാരം, എല്ലാ തരത്തിലുള്ള ആത്മീയവും ഭൗതികവും സാംസ്കാരികമായിട്ടുള്ള അധികാരം കുറച്ച് പേരിൽ അത് അധിഷ്ഠിതമാക്കുക എന്ന് പറയുന്ന പ്രവർത്തന തത്വമാണ് അതിലുണ്ടായിരുന്നത്. പക്ഷേ ഹിന്ദുത്വം എന്ന് പറയുന്നത് മനുവാദി ബ്രാഹ്മണിസം അല്ല. അത് നമ്മളെ ഒരു വലിയ തെറ്റിദ്ധാരണ ആണ്. അല്ലെങ്കിൽ നമുക്ക് നേരിടാൻ നവോത്ഥാനം ടൂളുകൾ തന്നിട്ടുള്ളത് കൊണ്ട് ആ മനുവാദി പ്രസ്ഥാനമാക്കി മാത്രം ഇതിനെ ചിത്രീകരിച്ചാൽ അതിനെ നേരിടുക എളുപ്പമാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള ടൂൾസ് അതാണുള്ളത്. ബ്രാഹ്മണിസത്തിന്, പഴയ ബ്രാഹ്മണിസത്തിന് നേരിടാനാണ്. ഹിന്ദുത്വം ചെയ്തത് ഒരു പുതിയ ബ്രാഹ്മണിസം ഉണ്ടാക്കുകയാണ്, പുതിയ തരത്തിലുള്ള ബ്രാഹ്മണിസം ഉണ്ടാക്കുകയാണ്. അത് ബ്രാഹ്മണിസത്തെ ഒരു ഹിന്ദു റേസിസമായി, ഹിന്ദു വംശീയതയായിട്ട് വികസിപ്പിക്കുകയാണ് ചെയ്തത്. അത് 21 ടെക്സ്റ്റിൽ തന്നെ സവർക്കർ രണ്ടാമത്തെ പാരഗ്രാഫിൽ തന്നെ എഴുതി വയ്ക്കുന്നത് ഹിന്ദുത്വ ഈസ് നോട്ട് ഹിന്ദുയിസം എന്നാണ്. അതായത് ഹിന്ദു മതത്തിലെ സ്മൃതി, ശ്രുതി, പുരാണോക്തം എന്ന് പറയുന്ന സ്മൃതികളിലും ശ്രുതികളിലും പുരാണങ്ങളിലൊക്കെ പറയുന്ന ഒരു ബ്രാഹ്മണിസത്തെ സ്വരൂപിച്ച് അതിനെ ആഘോഷിക്കുന്നതല്ല ഹിന്ദുത്വം, മറിച്ച് ഇറ്റ് ഈസ് എ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടാണ് സവർക്കർ ടെക്സ്റ്റ് തുടങ്ങുന്നത്. സവർക്കർ ഹിസ്റ്റോറിക്കലായിട്ടാണ് ഹിന്ദുത്വത്തെ ഡിഫൈൻ ചെയ്തത്. ആ ഹിസ്റ്ററി ഫാൾസാണ്, ഹിസ്റ്ററി വ്യാജമാണ്, ഹിസ്റ്ററി മുഴുവൻ അദ്ദേഹം ഉണ്ടാക്കിയതാണെന്നൊക്കെയുള്ള മറ്റൊരു കാര്യം. ഇവർ ശ്രമിച്ചത് ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന ഈ ബ്രാഹ്മണിസത്തെ ഒരർത്ഥത്തിൽ പുതിയ രീതിയിൽ ഹിന്ദുത്വത്തിൻ്റെ, അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് വിളിക്കപ്പെടുന്ന മതത്തിലെ ഏറ്റവും അവസാനത്തെ ആളെ കൊണ്ടും പറയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു തത്വമാണ് അവരുടെ ഈ തത്വമായിട്ട് ഏറ്റെടുത്തത്.
സവർക്കർ 1924 മുതൽ 37 വരെ 13 വർഷക്കാലം രത്നഗിരി ജില്ലയിൽ തടവിൽ കഴിയുകയുണ്ടായി. ജില്ലാ തടവിലാണ്. നിങ്ങൾക്കറിയാം, സവർക്കർ മാപ്പ് എഴുതി കൊടുത്ത് ആൻഡമാൻ തടവറയിൽ നിന്നൊക്കെ വന്ന ശേഷം ബ്രിട്ടീഷുകാർ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. ഒന്ന്, അതിലാദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടരുത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രത്നഗിരി ജില്ല വിട്ടു പോകരുത് എന്നാണ്. ഈ രത്നഗിരി ജില്ലയിൽ 13 വർഷം സവർക്കർ നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ടാൽ നമ്മൾ ഒരു തരത്തിൽ നമ്മൾ ഒരല്പം കുഴങ്ങിപ്പോവും. കാരണം എന്ന് പറഞ്ഞാൽ സവർക്കർ അവിടെ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പന്തിഭോജനാണ്. ബഹറുകളെയും ബാങ്കികളെയും ചമറുകളെയും ഒപ്പരുത്തി ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന കാര്യമാണ് അദ്ദേഹം നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, അവിടുത്തെ ഒരു പതീത് പാവൻ ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശനം അനുവദിക്കുക എന്ന് പറയുന്നത് സംഭവിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രത്നഗിരി ജില്ലയിൽ സവർക്കർ നടത്തിയ പ്രവർത്തനങ്ങൾ, നവോത്ഥാന പ്രവർത്തനങ്ങളിലെ ആ രീതികളുമായി യാതൊരു വ്യത്യാസവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പന്തിഭോജനമുണ്ട്, അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശനവും നടത്തുന്നുണ്ട്. ഇത് രണ്ടുമായിരുന്നു നവോത്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട 2 സമരമാർഗങ്ങൾ നമുക്കറിയാം. പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഹിന്ദുത്വയെ നേരിടുമ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ സവർക്കർ നടത്തുന്നത് മഹറുകളെയും ഭാങ്കികളെയും ചമറുകളെയും ഒപ്പമിരുത്തി ഭക്ഷണം കഴിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ഹിന്ദുധർമ്മം ജയിപ്പിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ആൾക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ ജാതിക്ക് പുറത്ത് നിൽക്കുന്ന ആൾക്കും പൂണൂല് കെട്ടിക്കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വ്യാജമായ ഒരു സാമൂഹ്യ ചലനാത്മകത അവർക്ക് നൽകുകയാണ്. അവർക്ക് തോന്നുകയാണ് ഇതുവരെ പുറത്തു നിർത്തിയിരുന്ന ബ്രാഹ്മണൻ എൻ്റെ തോളിൽ കൈയിടുന്നതോടെ ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാറുന്നു എന്നുള്ള തോന്നൽ ഉളവാക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഈ പതീത് പാവൻ ക്ഷേത്രം തുറന്നു കൊടുക്കുമ്പോഴും എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം കൊടുക്കുന്നു. ഗണേശോത്സവത്തിൽ ശിവു എന്ന് പറയുന്ന ഒരു മഹറിനെ പിടിച്ച് പൂജാരിയാക്കുന്നു. ഈ പൂജാരിയെ കൊണ്ട് വേദം ചൊല്ലിപ്പിക്കുകയാണ്. അങ്ങനെ എങ്ങനെയാണോ ഇപ്പം നമ്പൂതിരി നവോത്ഥാനത്തിലൊക്കെ വീട്ടിൽ പറയുന്നത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് പറയുന്ന മുദ്രാവാക്യം വെക്കുന്നത്, ഇതിന് നേരെ തിരിച്ചാണ് ഇതിൻ്റെ ഉള്ളിലെ മുദ്രാവാക്യം, ഇതിൻ്റെ ഉള്ളിലെ തത്വം വരുന്നത്. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യം, വ്യാജ ബ്രാഹ്മണ്യം എല്ലാവർക്കും കൊടുക്കുന്ന ഒരു പ്രവർത്തനമായി ഈ മനുവാദ ബ്രാഹ്മണിസത്തെ മാറ്റിയെടുക്കുകയാണ് സവർക്കർ ചെയ്തത്. ആ കാലത്ത് യാഥാസ്ഥിതിക ബ്രാഹ്മണർ സവർക്കർ എതിർക്കുമ്പോൾ സവർക്കർ പറയുന്നുണ്ട് 22 കോടി ഹിന്ദുക്കളാണിപ്പോൾ ഉള്ളത്. അന്നത്തെ കണക്കാണ്, ഇപ്പോഴത്തെ കണക്കല്ല. ഈ 22 കോടിയിൽ 7 കോടി ദളിതരാണ്. ഈ 7 കോടി ഇനിയിപ്പം മറ്റൊരു 7 കോടി പിന്നാക്കക്കാരായിരിക്കും. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമാണ്. വരാൻ പോകുന്ന ലോകം എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയുടെ ലോകമാണ്. എണ്ണമൊക്കെ വലിയ പ്രാധാന്യമാണ്. വോട്ടിൽ ആരൊക്കെ വോട്ട് ചെയ്യുന്നു എന്ന് നമ്പർ വലിയ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ മനുവാദ ബ്രാഹ്മണിസം കെട്ടിപ്പിടിച്ചിരുന്ന ഉള്ള ആൾക്കാരെ പുറത്താക്കി കഴിഞ്ഞാൽ ഈ ഹിന്ദുത്വം അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ ആശയം അല്ലെങ്കിൽ ബ്രാഹ്മണിസം എന്ന് പറയുന്ന ആശയം ഇപ്പം തന്നെ അസ്തമിക്കും. മാത്രമല്ല ദളിതർക്ക് അവിടെ ബ്രിട്ടീഷുകാർ വിദ്യാലയം തുറന്നു കൊടുത്തു. നിങ്ങൾ അവിടെ പോയി എതിർക്ക്, ബ്രിട്ടീഷുകാരൻ്റെ വെടിയുണ്ട നിൻ്റെ നെഞ്ചി കൊള്ളുന്നല്ലാതെ മറ്റൊന്നും നിനക്ക് കിട്ടില്ല. അപ്പോൾ ആ പ്രോസസ്സാണ് RSS ഏറ്റെടുക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു വംശീയത സൃഷ്ടിക്കുകയാണ്. ഈ ഹിന്ദു വംശീയതയുടെ ഉള്ളിലെ തത്വം എന്ന് പറയുന്ന ബ്രാഹ്മണിസമാണ്. പക്ഷെ അത് മനുവാദത്തിൻ്റെ തരത്തിലല്ല പ്രവർത്തിക്കുക, പുറത്താക്കല്ല, മറിച്ച് ഇൻക്ലൂസീവ് ആക്കുകയാണ്, എല്ലാവരും ഉൾപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇന്ത്യയിൽ ഇന്ന് രാഷ്ട്രപതി ഒരു ആദിവാസി ആണ്, ദ്രൗപദി മുർമു ആണ്. പ്രധാനമന്ത്രി പിന്നാക്കക്കാരനാണ്, മോഡിയാണ്. ഇനി ധനമന്ത്രി എന്ന് പറഞ്ഞാൽ സ്ത്രീയുമാണ്. ഈ കോമ്പിനേഷൻ നോക്കി വേറെ വല്ലവരോടും പറഞ്ഞു കൊടുക്കുക. ഇന്ത്യയിൽ നോക്കിയ ഏറ്റവും താഴെ കിടക്കുന്ന ആൾ പ്രസിഡൻ്റാണ്, പിന്നാക്ക സമുദായക്കാരനാണ് പ്രധാനമന്ത്രി. സ്ത്രീ എന്ന് പറയുന്ന ദുർബല വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളാണ് ധനമന്ത്രി എന്ന് കാണിച്ചാൽ ഇന്ത്യയിൽ ഒരു മന്ത്രിസഭ എങ്ങനെ ഉണ്ടായിട്ടില്ല അല്ലേ? രാജേന്ദ്ര ആർലേക്കർ ആരാ? ദളിതനാണ് അല്ലേ? നിങ്ങൾ ആ സോഷ്യൽ എഞ്ചിനീയറിങ് മനസ്സിലാക്കാതെ ഇത് മനുവാദ ബ്രാഹ്മണിസം എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഹിന്ദുത്വം പിടികിട്ടില്ല. അപ്പം അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹിന്ദു റേസിസമാക്കി നവോത്ഥാനത്തിന് ബദലാക്കി ഇതിനെ ഇങ്ങനെ വളർത്തിയെടുക്കാനുള്ള ഒരു പരിശ്രമമാണ് ഒരർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ തുടങ്ങി വെച്ചത്. അപ്പോൾ ഒരു ഹിന്ദു ഹിസ്റ്ററിയാണ് ഇന്ത്യയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നു. ഈ ഹിന്ദു ഹിസ്റ്ററിയെ ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്ന് വന്ന മ്ലേച്ഛന്മാർ നേരിടും. അത് മുഗളരാവാം, യവനരാവാം,
ബ്രിട്ടീഷുകാരെ പറ്റി മിണ്ടിയിട്ടില്ല. കാരണം ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തിട്ടാണ് പുറത്തു വന്നത്. അതുകൊണ്ട് അവിടെ മിണ്ടിയിട്ടില്ല. പിന്നെ മുസ്ലിങ്ങളാവാം, ക്രിസ്ത്യാനികളാവാം, കമ്മ്യൂണിസ്റ്റുകാരാവാം, ഗാന്ധിയാവാം, ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇത് തുടർച്ചയായ ഹിസ്റ്ററിയാണ് ഹിന്ദുത്വത്തിൻ്റെ ചരിത്രം. അതിൽ ഇടയ്ക്കിടയ്ക്ക് മ്ലേച്ഛന്മാർ വരും, അത് തകർക്കാൻ നോക്കും, അതിനെടുത്ത് പുറത്ത് കളയും. ഇതാണ് ഹിന്ദുത്വത്തിൻ്റെ ചരിത്രം എന്ന് മാറ്റി എഴുതുകയാണ് സവർക്കർ ചെയ്തത്. ഇതാണ് RSS തുടർന്നു കൊണ്ടുപോയത്. ഗോഡ്സെ ഗാന്ധിയെ കൊന്ന ശേഷം ഷിംല കോടതി കൊടുക്കുന്ന ഒരു മൊഴിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ RSSകാരനായിരുന്നു എന്നാണ്, ആണെന്ന് പറയുന്നില്ല. അക്കാലത്ത് RSSനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് RSSന് അംഗത്വ രജിസ്റ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അത് നോക്കിയാൽ കാണാനും പറ്റാത്തതുകൊണ്ട് RSSകാരനായിരുന്നു ഞാനെന്ന് പറയുന്നുണ്ട്. ഗോഡ്സെ പറയുന്നത് അടുത്ത വാചകം എന്ന് പറഞ്ഞാൽ RSSൻ്റെ ജാതി വിരുദ്ധ വിഭാഗത്തിലാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നതെന്നാണ്. RSSൻ്റെ പന്തിഭോജനം നടത്തുന്ന ആ വിഭാഗം കണ്ടക്ട് ചെയ്യലായിരുന്നു എൻ്റെ പണിയെന്നാണ് ഗോഡ്സെ പറയുന്നത്. അപ്പം മനുവാദ ബ്രാഹ്മണിസമാണ് ഈ ഹിന്ദുത്വം എന്ന് വിചാരിച്ച് നമ്മൾ നേരിടാൻ പോയാൽ അത് പരിമിതമായ ഒരു പ്രതിരോധമായിരിക്കും എന്നാണ് ഒന്നാമതായിട്ട് ഈ ഹിന്ദുത്വത്തെ പറ്റി പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, ഹിന്ദുത്വം എങ്ങനെ വളർന്നു എന്ന് നോക്കുമ്പോൾ ഈ ഡെമോക്രസി നമ്മൾ ഇന്ത്യൻ റിപ്പബ്ലിക്ക് വന്നതോടുകൂടി 51-52 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഒരു പക്ഷേ മറ്റൊരു തരത്തിൽ ഈ നവോത്ഥാനത്തിൻ്റെ നായകർക്കില്ല ഉണ്ടായിരുന്ന ഈ ജാതി വിരുദ്ധതയ്ക്കുള്ള ശക്തി പൊളിറ്റിക്കൽ നേതൃത്വത്തിന് പോയി. കാരണം ഇവരൊക്കെ വോട്ട് ബാങ്കാണ്. വോട്ടിൽ ഇവരെ ഈ സമുദായത്തിനെ കൊണ്ടുവരാം എന്ന് പറയുന്ന വോട്ടിനെ നിയന്ത്രിക്കുന്ന ശക്തികളായിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് നവോത്ഥാന നായകർ പറഞ്ഞിരുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, അത്രയും ശക്തിമത്തായിട്ടുള്ള ഒരു മതവിമർശനമോ അല്ലെങ്കിൽ ജാതി വിമർശനമോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തിയോളജിക്കലായിട്ടുള്ള വിമർശനമോ തിയോളജിയെ എതിർക്കുന്ന ആ വിമർശനത്തിനോ സ്വതന്ത്ര ഇന്ത്യയെ ശക്തി കുറഞ്ഞു വരികയാണ് ചെയ്തിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും തീവ്രമായ ശബ്ദമായി നിൽക്കുന്നത് കൊണ്ടാണ്. അതിനുശേഷം ഇങ്ങനെ വരികയാണ്, താഴേക്ക് വരികയാണ്. കാരണം എലക്ഷൻ ഒരു സാങ്കേതിക ക്രിയയാണ്. അതിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ആളാണ് ജയിക്കുക എന്ന് പറയുന്നത്. ആ പൊളിറ്റിക്കൽ ഡെമോക്രസിയുടെ സാങ്കേതികത എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് രാഷ്ട്രീയത്തിൻ്റെ അബോധത്തിൽ വർത്തിക്കാൻ തുടങ്ങി. അംബേദ്കർ ഈ ഭരണഘടന അവതരിപ്പിക്കുമ്പോൾ ഭരണഘടനയുടെ അന്തിമമായ രൂപം പുറത്തു വിടുമ്പോൾ നടത്തിയ പ്രസംഗത്തിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ട്, ഇത് അങ്ങേയറ്റം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അംബേദ്കർ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കും ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ്, 5 കൊല്ലം കൂടുമ്പോൾ നടത്തുന്ന ഇലക്ഷനാണ്, അതിൽ കിട്ടുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്, അതുവഴി കിട്ടുന്ന ഭരണമാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കും. ഡെമോക്രസിയിലേക്ക് നമ്മൾ കാല് വയ്ക്കുമ്പോൾ, ആദ്യത്തെ തെരഞ്ഞെടുപ്പിലേക്ക് കാല് വയ്ക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ സാങ്കേതിക വശം എന്നത് എടുത്ത് മാറ്റാൻ പറ്റാത്ത ഒന്നാണ്, അത് അതിൻ്റെ ഉള്ളിൽ ഉൾച്ചേർന്ന ഒന്നാണ്. പക്ഷേ അതല്ല ജനാധിപത്യം. പിന്നെന്താ ജനാധിപത്യം എന്ന് ചോദിക്കുന്നുണ്ട് അംബേദ്കർ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെപ്പോലെയുള്ള ഒരു ഹൈറാർക്കിക്കലായിട്ടുള്ള ശ്രേണീകൃതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 3 മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ പുതുക്കി പണിതുകൊണ്ടിരിക്കണം. ഇതിനെയാണ് ജനാധിപത്യം എന്ന് അംബേദ്കർ വിളിക്കുന്നത്. റീഓർഗനൈസ് ദ സൊസൈറ്റി എന്തിൻ്റെ വെളിച്ചത്തിൽ? ഈ പ്രധാനപ്പെട്ട 3 മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ ഈ ശ്രേണീകൃതമായ ഇന്ത്യൻ സമൂഹത്തെ നിരന്തരം പുതുക്കി പണിയുന്ന പ്രക്രിയയെ ആണ് അദ്ദേഹം ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി എന്നൊക്കെ വിളിക്കുന്നത്, സാമൂഹ്യ ജനാധിപത്യം. ഈ സാമൂഹ്യ ജനാധിപത്യ പ്രക്രിയ തകർക്കപ്പെട്ടാൽ, അത് എവിടെങ്കിലും നിലച്ചാൽ, പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത് സാങ്കേതികവും ഈ തെരഞ്ഞെടുപ്പും കൂടുതൽ വോട്ടും. അപ്പോൾ വോട്ടിൻ്റെ സമയമാകുമ്പോൾ എല്ലാം മാറ്റിവെച്ച് എല്ലാവരുടെ വോട്ടും നമ്മുടെ പെട്ടി വീഴണം എന്നുള്ള തരത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചലിക്കാൻ തുടങ്ങും. അങ്ങനെ ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സവർക്കർ പറഞ്ഞ പോലെ പൊളിറ്റിക്സ്, അവസാന കാലത്തെ സവർക്കറുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുവൈസ് ഓൾ പൊളിറ്റിക്സ് ആൻഡ് മിലിറ്ററൈസ് ഹിന്ദുഡം എന്നാണ്. എല്ലാ രാഷ്ട്രീയം, എവിടെയൊക്കെ രാഷ്ട്രീയം പറയുന്നു അവിടെയൊക്കെ ഹിന്ദുത്വം ഒന്ന് തൂളിപ്പോവുക, ഹിന്ദുവൈസ് ചെയ്യുക, പൊളിറ്റിക്സ് മുഴുവനായിട്ട് ഹിന്ദുവൈസ് ചെയ്യുക. അങ്ങനെ ഹിന്ദുവൈസ് ചെയ്ത പൊളിറ്റിക്സിൽ നിന്നുണ്ടാവുന്ന ഒരു സൊസൈറ്റീനെ, ഹിന്ദു സൊസൈറ്റീനെ മിലിറ്ററൈസ് ചെയ്യുക, സൈനികവൽക്കരിക്കുക.
അങ്ങനെ സൈനികവൽക്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുത്വത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് സവർക്കർ അവസാനം ഉപദേശിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ മിലിറ്ററൈസേഷനൊക്കെ ഇപ്പം സ്റ്റേറ്റ് തന്നെ ഏറ്റെടുത്ത് അഗ്നിവീർ എന്ന് പറയുന്നത് സവർക്കറീസാണ്. എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കൂടുമ്പോൾ ആൾക്കാരെ മിലിറ്ററൈസ് ചെയ്ത് പുറത്തു വിടുന്നു. ഈ പുറത്തു വിടുന്നവരെവിടെ പോകുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നില്ല, അതവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ജനാധിപത്യ മാർഗത്തിൽ കൂടെ പോകാൻ പറ്റാത്ത ഒരു ഘട്ടം വന്നാൽ, ഒരു കൈകൊട്ടിയാൽ ഇവർ മുഴുവൻ ഒരു വലിയ സൈന്യമായിട്ട് വന്ന് നിൽക്കും. ഒരിടത്ത് RSS കൂടെ കായിക പരിശീലനം നടത്തുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ സൂക്ഷ്മവും പ്രത്യയശാസ്ത്ര ബന്ധിതവും 24 മണിക്കൂറും ആ പ്രത്യയശാസ്ത്ര പ്രവർത്തനം ചെയ്യാൻ കൂടുതൽ ആളുകളും ഉള്ള ഒരു സംഘടനയാണ് ഹിന്ദുത്വം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ നേരിടുമ്പോൾ വലിയ അർത്ഥത്തിൽ മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഇന്ത്യയിലെ എല്ലാ പൊതുവിൽ നമ്മൾ കാണുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഹിന്ദുത്വത്തെ മനസ്സിലാക്കുന്നതിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരാജയപ്പെട്ടിട്ടുമുണ്ട്. അതും നമ്മളിപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് നമ്മുടെ ഒരറിവായിട്ട് ഉള്ളിൽ എടുത്തു വെക്കണം. 1948 ഇപ്പം അയോധ്യ പ്രശ്നം തന്നെ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന്, ഒരു ചെറിയ ജനാധിപത്യത്തിൻ്റേതായിട്ടുള്ള കൈപ്പഴവിൽ നിന്നാണ് അതുണ്ടാവുന്നത്. നിങ്ങൾക്കറിയാം, 1932 തൊട്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന CSP എന്ന് പറയുന്ന ലോഹിയും ജയപ്രകാശ് നാരായണനൊക്കെ ഉണ്ടായിരുന്ന, അരുണ ആസഫ് അലിയൊക്കെ ഉണ്ടായിരുന്ന പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഉള്ളിലെ ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോൺഗ്രസിൻ്റെ ഉള്ളിലെ തന്നെ പ്രത്യേക ഗ്രൂപ്പായി ഗാന്ധി അത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 37 പ്രവിശ്യ ഇലക്ഷനിൽ UP അന്ന് UP എല്ലാ ഐക്യ സംസ്ഥാനങ്ങളാണ്, യുണൈറ്റഡ് പ്രോവിൻസസ് ആണ്. ഈ ഐക്യ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തി കോൺഗ്രസ് അധികാരത്തിലെത്തി. കോൺഗ്രസിൻ്റെ അന്നത്തെ UP ഏറ്റവും വലിയ നേതാവ് എന്ന് പറഞ്ഞാൽ ആചാര്യ നരേന്ദ്രദേവാണ്. ആചാര്യ നരേന്ദ്രദേവ് പക്ഷേ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകാരനാണ്. അപ്പോൾ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് എന്നൊരു തീരുമാനം എടുക്കുന്നു, സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളിലെ ആരും അധികാര സ്ഥാനത്തിരിക്കരുത്, ആരും മന്ത്രിമാരാവരുത്, ആരും ഒരു പദവിയും സ്വീകരിക്കരുത് എന്നുള്ള തീരുമാനം ലോഹിയയും കൂട്ടരെടുക്കുന്നു. അതിൻ്റെ ഭാഗമായി അന്ന് മുഖ്യമന്ത്രിയായി ആവേണ്ടിയിരുന്ന ആചാര്യ നരേന്ദ്രദേവ് കസേരയിൽ നിന്ന് മാറി നിൽക്കുന്നു. അവിടെ ആ കസേരയിൽ കയറിയിരിക്കുന്നത് ഗോവിന്ദ് വല്ലഭ് പന്ത് എന്ന് പറയുന്ന GB പന്ത് എന്ന് പറയുന്ന പട്ടേലിൻ്റെ അനുയായിയായ കോൺഗ്രസിൻ്റെ ഉള്ളിലെ വലതുപക്ഷ കാർ എന്ന് വിളിക്കാവുന്ന, കോൺഗ്രസ് ഒരു സെൻട്രിസ്റ്റ് കക്ഷിയായിരുന്നു, നിങ്ങൾക്കറിയാം, എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. വലതുപക്ഷ അനുഭാവിയായ GB പന്താണ് മുഖ്യമന്ത്രി കസേരയിലെത്തുന്നത്. 48 CSP ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നു, നമുക്ക് പ്രത്യേക പാർട്ടിയായിട്ട് നിൽക്കാം. 48 അവർ ഇത്രയും കാലം കോൺഗ്രസിൻ്റെ ഉള്ളിലെ ഗ്രൂപ്പായി എന്നത്, കേരളത്തിൽ അതൊക്കെ നേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കാണ് പോയത്, നിങ്ങൾക്കറിയാം. അവിടെ ഇന്ത്യൻ ചരിത്രത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. അവർ പ്രത്യേക പാർട്ടിയായിട്ട് മാറുകയാണ്. പ്രത്യേക പാർട്ടിയായിട്ട് മാറിയപ്പോൾ അവർ തീരുമാനിച്ചു അവരുടെ എല്ലാ ജനപ്രതിനിധികളും രാജിവെച്ച് വീണ്ടും ഇലക്ഷന് നേരിടണം. കാരണം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് അവരൊക്കെ ജയിച്ചിട്ടുള്ളത്. പ്രത്യേക പാർട്ടിയായപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും രാജിവെച്ച്, ആചാര്യ നരേന്ദ്രദേവും രാജിവെച്ചിട്ട് ഫൈസാബാദിൽ ഇലക്ഷൻ നിൽക്കുകയാണ്. ഫൈസാബാദിൽ അന്ന് ഇലക്ഷൻ നിൽക്കുമ്പോൾ 48 ഇത് നടക്കുന്നത്, ഭരണഘടന വന്നിട്ടില്ല, അതിന് മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പാണ്. ഈ ഫൈസാബാദിൽ ഇലക്ഷൻ നിൽക്കുമ്പോൾ അന്ന് ആചാര്യ നരേന്ദ്രദേവിൻ്റെ എതിരാളിയായിട്ട് GB പന്ത്, ഗോവിന്ദ് വല്ലഭ് പന്ത് രംഗത്തിറക്കുന്നത് ബാബാ രാഘവദാസ് എന്ന് പറഞ്ഞ സന്യാസിയെയാണ്. കോൺഗ്രസ്സുകാരെയല്ല, അയോധ്യയിലെ സന്യാസി മടത്തിന്ന് ഒരാളെ പിടിച്ചു നിർത്തുന്നു. ബാബാ രാഘവദാസ് പ്രചരണം നടത്തുന്നു, തുളസിമാല കൊടുക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മതചിഹ്നങ്ങൾ കൊണ്ട് പ്രചരണം നടക്കുന്നു. ആചാര്യ നരേന്ദ്രദേവിന് വേണ്ടി സോഷ്യലിസ്റ്റ് ഒരു സൊസൈറ്റിയെ പറ്റി സംസാരിക്കുന്ന ലോഹ്യ വരുന്നു, ജയപ്രകാശ് നാരായണൻ വരുന്നു, അരുണ ആസഫ് അലി വരുന്നു. അന്നത്തെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുന്നിൽ നിന്ന് എല്ലാ മനുഷ്യരും ഇദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തുന്നു. മറ്റാൾ ഈ പറയുന്ന പോലെ ഈ തുളസിമാലയും മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രചരണം നടത്തുന്നു. 48 ഇലക്ഷനിൽ ആചാര്യ നരേന്ദ്രദേവ് തോറ്റുപോകുന്നു. 4030 വോട്ട്, മറ്റാൾക്ക് 5900 ചില്ലാൻ വോട്ടാണ് കിട്ടുന്നത്. ഈ തോൽവിയാണ് ഇന്ത്യൻ ഡെമോക്രസിയിൽ ആദ്യമായി ഈ മതത്തിനെ ഉപയോഗിച്ച ഇലക്ഷനെ നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ തരത്തിലൊന്നും ഇലക്ഷനിൽ കൃത്രിമം കാണിക്കാതെ ആ അർത്ഥത്തിൽ ഇലക്ഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ലിറ്ററസിയെ ഒരു തരത്തിൽ അഴിമതിവൽക്കരിച്ചുകൊണ്ട് അതിനെ ഈ തരത്തിലാക്കിക്കൊണ്ട് ഇലക്ഷൻ എന്ന് പറയുന്ന സംഗതി തങ്ങളുടെ പക്ഷത്താവാം എന്ന് പറയുന്ന ഒരു വിജയമാണ് നേടുന്നത്. ആ കാലത്ത്
നെഹ്റുവിൻ്റെ കത്തുണ്ട്. എനിക്ക് യു പിയെ മനസ്സിലാവുന്നില്ല. യു പി വിദേശ രാജ്യം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അലഹബാദിൽ നിന്നാണ് എൻ്റെ പ്രവർത്തനം യു പിയിലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഒരു വിദേശ രാജ്യം പോലെ തോന്നുന്നു. ഇങ്ങനെയാണ് ഇന്ത്യൻ ഡെമോക്രസി പോകുന്നതെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നെഹ്റുവിൻ്റെ വലിയ കത്തുകൾ ആ സമയത്ത് എഴുതുന്നുണ്ട്. വലിയ ഭീതിതമായ രീതിയിൽ നെഹ്റു ഈ വളർച്ചയെ കാണുന്നുണ്ട്. ഇത് പിന്നീട് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഈ വിഗ്രഹം എടുത്തിട്ട് അഭിറാം ദാസ് എന്ന് പറയുന്ന പൂജാരി ഈ മതിൽ ചാടിക്കടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ പിറ്റേ ദിവസം അത് വലിച്ചു തോട്ടിക്കളയാൻ നെഹ്റു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. മലയാളിയായ കെ നായർ എന്ന് പറയുന്ന ആൾ ഇത് പരിരക്ഷിച്ച്, അവിടുത്തെ മജിസ്ട്രേറ്റായിരുന്ന ആൾ, കൈനകരിക്കാരനായ ആൾ അവിടെ അതിനെ പരിരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇതോടെ ബാബറി പള്ളി എന്ന് പറയുന്ന തർക്കമന്ദിരമായിട്ട് മാറുന്നു. അത് ഡിസ്പ്യൂട്ടഡ് ബിൽഡിംഗ് ആയിട്ട് അതിനെ മാറ്റി എഴുതുന്നു. ഇത് എവിടെ ചെന്നെത്തിയെന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു മതത്തിൻ്റെ വിജയത്തിൽ കൂടിയാണ് ഇത് മുഴുവൻ സംഭവിക്കുന്നത്. ഇതേപോലെ തന്നെ 48 ഈ പറയുന്ന പോലെ RSS നിരോധിക്കപ്പെട്ടു. ഗാന്ധിവാദത്തിന് ശേഷം നിരോധിക്കപ്പെട്ടു. 1.5 വർഷം പുറത്തു വന്നു. 1.5 വർഷം കഴിഞ്ഞ് പുറത്തു വന്ന് അവർ മുഖ്യധാരയെ കടക്കുന്നു. അവർ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന ഒരു ദിശയിലേക്ക് പോകുന്നു. ഭാരതീയ ജനസംഘ് ഉണ്ടാവുന്നു. ആദ്യത്തെ 51-52 ഇലക്ഷനിൽ പച്ച തൊടുന്നില്ല. 3 സീറ്റ് മാത്രമാണ് ഈ ജനസംഘിന് കിട്ടുന്നത്. മാർജിനലൈസ് ചെയ്തു. അപ്പോഴും നെഹ്റു പറയുന്നുണ്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കൂടുതൽ സീറ്റ് നേടുന്നത്, AKG ആണ് പ്രതിപക്ഷ നേതാവാകുന്നത്. അന്ന് പത്രക്കാരൻ നെഹ്റുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെ പേടിയുണ്ടോ? അവരിപ്പോൾ മുഖ്യ പ്രതിപക്ഷമായിട്ട് നിൽക്കുകയാണ്, തൊട്ട പിന്നിൽ സോഷ്യലിസ്റ്റുകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവരൊന്നും എനിക്ക് പേടിയില്ല. ഇലക്ഷനിൽ ജയിക്കുന്നവർ കസേര കയറിയിരിക്കും. അതൊക്കെ ഇലക്ഷൻ്റെ പ്രോസസ്സ്. എനിക്ക് എന്നല്ല, ഇന്ത്യ പേടിക്കേണ്ടത് ഈ പറയുന്ന ഈ ജനസംഘത്തിൻ്റെ 3 പേരെ, ഹിന്ദു മഹാസഭയുടെ 4 പേരെ, രാമരാജ്യ പരിഷത്തിൻ്റെ 3 പേരെ, ഇവരെയാണ്, ഈ 10 പേരെയാണ് നിങ്ങൾ പേടിക്കേണ്ടത്. കാരണം അവരെന്തെങ്കിലും കാലത്ത് ഈ അധികാരത്തിൽ കയറിയിരുന്നാൽ ഇന്ത്യ എന്ന് പറയുന്ന ആശയം ചിഹ്ന ഭിന്നമാവും. അവരെ ഇന്ത്യയെ അധികകാലം ഭരിക്കാൻ ഇന്ത്യയുടെ ഒരു സ്വഭാവം സമ്മതിക്കില്ല. അങ്ങനെ ഒരു പ്രത്യാശ നെഹ്റു പറയുന്നുണ്ട്. പക്ഷേ അവരുണ്ടാക്കിയ പരിക്കുകൾ ഭേദപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ വർഷങ്ങൾ എടുക്കുന്ന മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. എന്താ സംഭവിച്ചു? 58 ഡൽഹി മുനിസിപ്പൽ ഇലക്ഷനിൽ അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനസംഘമായിട്ട് ധാരണയിലെത്തുകയാണ്. അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ അവർ സഖ്യത്തിനൊന്നും പോയില്ല. പക്ഷേ ജയിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി ജനസംഘവും CPIയും കൂടി അന്ന് ധാരണയിലെത്തി മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും തമ്മിൽ പങ്കുവയ്ക്കുന്ന തരത്തിൽ വരികയാണ്. അംബേദ്കറുടെ പിൻഗാമിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ശിവസേനയായിട്ട് കൂട്ടുകൂടുന്നുണ്ട്, BJP ആയിട്ട് കൂട്ടുകൂടുന്നുണ്ട്. മായാവതി, ദളിത് പൊളിറ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട ആളായിട്ട് വരുന്ന മായാവതി ഒന്നിച്ച് ഭരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ പറയേണ്ട സെക്യുലറിസം സംരക്ഷിക്കേണ്ട പാർട്ടികൾ മുഴുവൻ ഒന്നല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ പവർ എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി, അധികാരം എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി ഇതുമായി സന്ധി ചെയ്യുന്ന ഒരു ചരിത്രം നമുക്ക് ജനാധിപത്യ ഇന്ത്യയിൽ കാണാൻ പറ്റും. ഇലക്ഷൻ പ്രധാനമായ ഇന്ത്യയിൽ കാണാൻ പറ്റും. ഇതിൽ നിന്നുള്ള പാഠം നമ്മൾ പഠിച്ചില്ലെങ്കിൽ എന്ന് പറയുന്ന വലിയ ക്വസ്റ്റ്യനാണ്. എങ്ങനെയാ മായാവതി എന്താ? ഇത് ഹൈപ്പർ മാർക്കറ്റ് പൊളിറ്റിക്സാണ്. ഹിന്ദുയിസം കടന്ന് ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായാൽ നമ്മൾ വിചാരിക്കും നമ്മൾ വാങ്ങുന്നത് സാധാരണ ഒരു കടയിൽ നിന്നാണ്, ഇതൊന്നും ഉണ്ടായാൽ നമ്മൾ അങ്ങോട്ട് പോവില്ല. കുറേ ദിവസം കഴിയുമ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അടുക്ക് കാണാം. ഈ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ? സൂപ്പർ മാർക്കറ്റ് ഉണ്ടായാൽ അത് വൈദേശിക കുത്തകളെ ഒന്നും അത് നേരിടാൻ പോകുന്നില്ല. ചുറ്റുവട്ടത്തുള്ള ചെറിയ കടകൾ കാണാണ്ടാവും. ഈ കടകൾ മുഴുവൻ ഇത് അബ്സോർബ് ചെയ്യും. ഈ തരത്തിലുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് പൊളിറ്റിക്സാണ് ഹിന്ദുത്വ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അത് അതുമായി ഏതെങ്കിലും തരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അതിനെ അബ്സോർബ് ചെയ്യും. ദ്രൗപദി മുർമുവിനെ അബ്സോർബ് ചെയ്താൽ എന്താ സംഭവിക്കുക? അവർക്ക് കിരീടത്തിലൊരു രത്നമായി. പക്ഷേ ദ്രൗപദി മുർമു ഉൾക്കൊള്ളുന്ന ആദിവാസി വിഭാഗത്തിൻ്റെ ഈ ഹിന്ദുത്വത്തോടുള്ള ഫൈറ്റിങ്ങിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അതോട് ഇല്ലാതാവും. അപ്പോൾ ഹിന്ദുത്വം വിഴുങ്ങിക്കഴിഞ്ഞാൽ, ഹിന്ദുത്വം വലിച്ചെടുത്തു കഴിഞ്ഞാൽ ബാക്കി ചരിത്രം എന്ന് പറയുന്നത്, റെസിസ്റ്റൻസിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇല്ലാതാവും, ഇവരുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തീരും. ഇതാണ്
ഇങ്ങനെ ഹിന്ദുവൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ വലിയ നിലപാട് പവനൊക്കെ എടുക്കുന്നുണ്ട്. ഈ മകരവിളക്ക് കത്തിക്കുന്നതാണെന്ന് പറയുന്ന ലഘുലേഖ ഇറങ്ങുന്നത്, അത് മകരവിളക്ക് കത്തിക്കുന്നതാണ്, ആളുകൾ അവിടെ ഇത് തെറ്റിദ്ധരിച്ചു പോകുന്നു ഭക്തർ എന്നുള്ള സംഗതിയല്ല. മറിച്ച് ഒരു ഹിന്ദുവൈസേഷൻ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള, സംസ്കാരത്തിലൊരു ഹിന്ദുവൈസേഷൻ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് ചൂണ്ടി കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ പവനൻ്റെ ഈ പ്രക്ഷോഭങ്ങൾ മുഴുവൻ ഒരർത്ഥത്തിൽ ഇന്ന് നമുക്ക് ഹിന്ദുത്വ പൊളിറ്റിക്സിനെതിരെ നിൽക്കുമ്പോൾ ഈ സവർക്കർ പറഞ്ഞ ഹിന്ദുവൈസ് ഓൾ പൊളിറ്റിക്സ് ആൻഡ് മിലിറ്ററൈസ് ഹിന്ദുഡമ്മിൻ്റെ ആദ്യ ഭാഗമായ ഹിന്ദുവൈസ് ഓൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ക്രാന്തദർശിയായി അത് കാണാൻ ശ്രമിക്കുകയും തൻ്റേതായിട്ടുള്ള ഒരു ആത്മബലത്തിൽ നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് കേരളം ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് കാര്യങ്ങളാണ്. കേരളത്തിൽ ബ്രാഹ്മണിസ്റ്റ് പൊളിറ്റിക്സ് വേറെ ആഴ്ത്തുക എന്ന് പറയുന്നത് ശൂദ്രരായ കേരളത്തിലെ രണ്ട് പ്രബല സമുദായക്കാർ ആയ ശൂദ്രരായ ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ഹിന്ദുത്വ പൊളിറ്റിക്സ് ശൂദ്രരെ അല്ല വെസ്റ്റ് ചെയ്യുന്നത്, ശൂദ്രരിലല്ല ആശ്രയിക്കുന്നത്. കേരളത്തിൽ ശൂദ്രരായ നായന്മാരിലും അതിനിപ്പുറത്തുള്ള പഞ്ചമരായ ഇതിന് പുറത്ത് കിടക്കുന്ന ഈ പറയുന്ന ഇഴവരെയും ഒരർത്ഥത്തിൽ അത് വലിച്ചെടുത്തുകൊണ്ടാണ് ഹിന്ദുത്വ പൊളിറ്റിക്സ് ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ശ്രീനാരായണ ഗുരുവിനെ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതും അതിന് പുറത്ത് കിടക്കുന്ന ദളിതരെയും സാംശീകരിക്കുക എന്ന് പറയുന്ന ഒരു ഹിന്ദു വംശീയ റേസിസ്റ്റ് പൊളിറ്റിക്സാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ അർത്ഥത്തിലാണ്. ഇത് നിങ്ങളെങ്ങനെ നേരിടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഓരോ രാഷ്ട്രീയ പ്രവർത്തനം, ഓരോ സാംസ്കാരിക പ്രവർത്തനം ഇതിനെതിരെ നിൽക്കുന്ന ഓരോ മനുഷ്യനും ചോദിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു എലക്ഷൻ്റേതായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ടുള്ള ചിലതരം ഈ പറയുന്ന ക്രമീകരണങ്ങൾ ഈ ക്രമീകരണം നടത്തുന്ന ആൾ വിചാരിക്കുന്നത് എന്താ, ഇത് ഈ പൊളിറ്റിക്സിൻ്റെ വലിപ്പോ ആഴോ വീതിയോ ചുരുക്കി കാണിക്കാൻ നിർബന്ധിതരാവുകയാണ് അവർ നിർബന്ധിതരാവുന്നു. ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് അത്ര വലുതല്ല, നമുക്ക് ചെറുക്കാൻ പറ്റുന്നതാണെന്ന് പറയുന്ന ബോധ്യം ഇങ്ങനെ പ്രസരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് ആത്യന്തികമായിട്ട് വലിയ അപകടം കേരളത്തിൽ ചെയ്യും. അതുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ നിലകൊള്ളുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അകത്തും പുറത്തും ഒക്കെ അതിനുവേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ ഹിന്ദുത്വ ശബ്ദം എന്തെങ്കിലും ഉണ്ടാവും നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ. ഇന്ന് കേരളത്തിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സിനെ അഡ്രസ്സ് ചെയ്യുന്ന യുക്തിവാദ അവകാശപ്പെടുന്ന ഒരു കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? യുക്തിവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് സാം ഹാരിസും ഒക്കെ ഇവിടെ ചെയ്ത പോലെ ഒരു പരിധി വരെ റിച്ചാർഡ് ഡോക്കിൻസൊക്കെ അമേരിക്ക ചെയ്ത പോലെ വലതുപക്ഷത്തിലേക്ക് ഈ പറയുന്ന റബല്യസ് ആയിട്ടുള്ള കൃഷ്ണനായർ മാഷ് പറഞ്ഞ പോലെ റാഡിക്കലും റബല്യസും ഒക്കെ ആയിട്ടുള്ള ചരിത്രമുള്ള പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ അപകടത്തിൻ്റെ ഇരട്ടി വലുതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.